നാഷണൽ NGO കോൺഫെഡറേഷൻ വുമൺ ഓൺ വീൽസ് പദ്ധതിയുടെ ഭാഗമായി ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. 1000 വനിതകൾക്കാണ് വാഹനങ്ങൾ നൽകിയത്. മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV നിതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നാഷണൽ NGO കോൺഫെഡറേഷൻ വിമൻ ഓൺ വീൽസ് പദ്ധതിയുടെ ഭാഗമായി 1000 വനിതകൾക്ക് ഇരുചക്ര വാഹനം നൽകി. സാമൂഹ്യ സംരംഭകത്വ പദ്ധതിയുടെ ഭാഗമായാണ് 50% സബ്സിഡിയോടുകൂടി ഇരുചക്ര വാഹന വിതരണം ആരംഭിച്ചത്. വിവിധ കമ്പനികളുടെ CSR ഫണ്ട്, മാർക്കറ്റിംഗ് ഫണ്ട്, ക്രൗഡ് ഫണ്ട് എന്നിവ ഉപയോഗപ്പെടുത്തിയാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ജില്ലാതല ഉദ്ഘാടനം മാതൃഭൂമി ജോയിന്റ് മാനേജിംഗ് എഡിറ്റർ PV നിതീഷ് നിർവഹിച്ചു. ഇത് ശരിക്കും CSR ഫണ്ട് യൂസ് ചെയ്തുകൊണ്ട് വിമൻ എംപവർമെന്റ് ഭാഗമായിട്ട് വരുന്ന ഒരു പദ്ധതിയാണ് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി എനിക്ക്. എന്തുകൊണ്ട് വെച്ചാൽ നമ്മളെ മുൻപന്തിയിൽ നിന്ന് നിൽക്കേണ്ട ഒരു ഗ്രൂപ്പാണ് വിമൻ എന്നുള്ളത്. അപ്പം ഇന്ന് നിങ്ങൾ സംരംഭം ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ജോലിക്ക് പോവുകയാണെങ്കിലോ മൊബിലിറ്റി വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ആ മൊബിലിറ്റിക്ക് നിങ്ങളെ ആക്കം കൂട്ടുന്ന ഒരു ഇതാണ് ഈ വണ്ടി, ടൂ വീലർ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് KTC ഹോണ്ടയ്ക്ക് കൂടിയും വനിതകൾക്കുള്ള ഇരുചക്ര വാഹനങ്ങളുടെ താക്കോൽദാനം SBI ചീഫ് മാനേജർ പ്രിയേഷ് മാത്യു നിർവഹിച്ചു. നാഷണൽ NGO കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് മോഹനൻ കോട്ടൂർ അധ്യക്ഷത വഹിച്ചു. NGO കോൺഫെഡറേഷൻ ഡയറക്ടർ ബേബി കിഴക്കേഭാഗം, P സുരേഷ് ബാബു, നിജേഷ് അരവിന്ദ്, ഡോക്ടർ അൽഫോൻസ മാത്യു, ഫാദർ ജോസ് പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. KTC ഹോണ്ട ജനറൽ മാനേജർ PPC രമേശൻ, സെയിൽസ് ഹെഡ് നിതിൻ ഹേമന്ത്, V ഷീന, അനു തോമസ്, പ്രതീഷ്, ജോയ് നെടുമ്പള്ളി, കുഞ്ഞബ്ദുള്ള വോറ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318E യുടെ ആഭിമുഖ്യത്തിൽ പീസ് പോസ്റ്റ്